ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബേക്കറിയിലെ ചില്ലുകുപ്പിയിലൊക്കെ കാണുന്ന നല്ല വൈറ്റ് കളറിലുള്ള നല്ല മധുരമുള്ള ഒരു മിക്സ്ചർ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വെള്ള അവിലാണ്. വെള്ള അവിലാവുമ്പോൾ നല്ല തിന്നായിട്ടുള്ള അവിലാണ്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാനും പറ്റും കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ മതി ഇതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു വെള്ള അവിൽ ഇതുപോലൊരു കമ്പിയുടെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോരിയെടുക്കുന്ന സമയത്ത് ഇതിന്റെ കളർ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു വൈറ്റ് കളറിൽ നിന്ന് ഇങ്ങോട്ട് ഒന്ന് ബ്രൗൺ കളറിലേക്ക് പോകും നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ. അപ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് കളറിനെ കിട്ടാൻ ഇതുപോലെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഈ ഒരു മെത്തേഡാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഒന്ന് എണ്ണയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ വെച്ച് കൊടുത്താൽ അത് റെഡിയായി. അത്ര പണിയേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഓയിൽ വാർത്തെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള അവലും കൂടെ ഞാനിതാ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവലൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നിലക്കടല ഞാനിത് വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല, ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് വറുത്തതായതുകൊണ്ട് ഒരുപാട് സമയം വേണ്ട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പച്ച കടലയാണെന്നുണ്ടെങ്കിൽ പച്ച നിലക്കടലയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതും പൊരിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിപ്പയിലേക്ക് തന്നെ ആവശ്യത്തിന് പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ എണ്ണയിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പൊട്ടുകടല പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. പൊട്ടുകടല ഇനിയിപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത് ചെയ്യാനും കഴിക്കാം കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലൊന്ന് ജസ്റ്റ് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതും ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ആവിലേക്ക് മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 2 ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കായുടെ തൊലി മാറ്റിയിട്ട് അതിന്റെ ആ ഒരു കുരു മാത്രം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒട്ടും തടിയൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ട് നമ്മൾ ഈ ഒരു പഞ്ചസാരയുടെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എത്രയാണോ മധുരം വേണ്ടതെന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട മധുരം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മഴയത്ത് ചൂടുള്ള ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. ഇനി മധുരം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മുളക് പൊടി വിതറിയിട്ട് അങ്ങനെയും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. മുളക് പൊടി ആകുമ്പോൾ ഇത്രയും വേണ്ട. ഷുഗർ പൗഡർ ആകുമ്പോൾ നമുക്ക് ആവശ്യം മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ആക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.